സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഇവിടെ ഈ കുഴൽനാടൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ബാരലിന് $27 വരെ കുറഞ്ഞ ഘട്ടമുണ്ട് നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് ക്രൂഡിന്. പക്ഷെ നിങ്ങൾ അത് സാധാരണക്കാർക്ക് ഗുണകരമാകേണ്ട ഘട്ടത്തിൽ എക്സൈസ് നികുതി ഉയർത്തിക്കൊണ്ട് കേന്ദ്രത്തെ സംബന്ധിച്ചൊരു വലിയ വരുമാനം എന്ന നിലയിലേക്ക് അതിനെ മാറ്റി. ഇനി ഒരു ഘട്ടത്തിൽ അങ്ങനെ ചെയ്താൽ തന്നെയും അതിൻ്റെ ഗുണം പിന്നീട് സാധാരണക്കാർക്ക് തിരികെ കൊടുക്കേണ്ടേ? അത്തരമൊരു നടപടിയിലേക്ക് നിങ്ങൾ ഈ ഘട്ടത്തിലും പോയിട്ടില്ല എന്ന് മാത്രമല്ല, അതേസമയം സാമ്പത്തിക പക്ഷപാതിത്വം ഈ കാര്യത്തിൽ നിങ്ങൾ കൃത്യമായി കാട്ടുന്നുമുണ്ട്. ആരോടാണ് നിങ്ങളുടെ ആഭിമുഖ്യമെന്ന്? കോർപ്പറേറ്റ് മേഖലയോടാണ്. ഇപ്പോൾ നോട്ട് നിരോധനത്തിൻ്റെ ഫലമായി നേരത്തെ പറഞ്ഞതുപോലെ ബാങ്കുകളിലേക്ക് ധാരാളം നിക്ഷേപങ്ങൾ വന്നു. അത് ബാങ്കിൻ്റെ ബാധ്യത തന്നെയാണ്. അപ്പോൾ പോലും NPA എന്ന് പറയുന്ന ഒരു വലിയ രക്ഷാ പദ്ധതിയിലേക്ക് സർക്കാരിന് പോകേണ്ടാത്തൊരു സാഹചര്യം കുറഞ്ഞ പക്ഷം ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ സാർ? തീർച്ചയായിട്ടും. പക്ഷേ ഈ NPAയുടെ കാരണക്കാരാരാണ്? അതിനൊരു കാരണക്കാരുണ്ടാകുമല്ലോ. സാലറീഡ് ക്ലാസ് അല്ല, കർഷകരല്ല. ഇവിടെ ഈ പറയുന്ന നിങ്ങൾ ഓരോ ഘട്ടത്തിലും സംരക്ഷിച്ച് നിർത്തുന്ന ഈ പറയുന്ന വ്യവസായികൾ തന്നെയാണ്. 11 ലക്ഷം കോടിയാണ് NPA. തിരിച്ചു പിടിക്കാനുള്ള നിങ്ങൾ നടപടിയെടുത്തിട്ടുണ്ടോ? അതത് ഘട്ടങ്ങളിൽ എഴുതി തള്ളുകയല്ലാതെ. ഇവിടെ ഇപ്പോൾ നിങ്ങൾ എക്സൈസ് നികുതി കുറച്ചു, പക്ഷേ സെസ് എന്ന നിലയിൽ അത് ഉയർത്തുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആസൂത്രണം പോകുന്നത്. ഇവിടെ 50 കോടി വരെ വിറ്റുവരവുള്ള കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവുണ്ടായിരുന്നു 5%, അല്ലേ? 30% എന്നത് 25%. അത് 280 കോടിയായി ഉയർത്തുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൃത്യമായി ദിശാബോധത്തോടെ നിങ്ങളുടെ ബജറ്റ് പ്രവർത്തിക്കുന്നുണ്ട് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി. അവിടെ എല്ലാ തരത്തിലുള്ള വ്യക്തതയോടെയാണ് നിങ്ങളുടെ ബജറ്റ് സംസാരിക്കുന്നത്. ഇവിടെ ഈ ആശങ്കയ്ക്ക് കൃത്യമായ മറുപടിയുണ്ട്. കൃത്യമായ ദിശാബോധം ഈ ബജറ്റിനുണ്ട്. അതൊരിക്കലും കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയല്ല. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ധനസഹായമോ മറ്റ് ആനുകൂല്യങ്ങളോ അല്ല. ഇവിടെ NBA എങ്ങനെ വന്നു എന്നുള്ളത് ഈ കഴിഞ്ഞ 2-3 വർഷം കൊണ്ടുണ്ടായതല്ലല്ലോ. NBA അത് എത്ര പതിറ്റാണ്ടുകളിലൂടെ കുമിഞ്ഞു മൂടിയതാണ്. അപ്പോൾ അത് അവസാനിപ്പിക്കണമെങ്കിൽ ശക്തമായിട്ടുള്ള സാമ്പത്തിക നടപടികൾ വേണം, ശാക്തീകരണം വേണം. അപ്പോൾ ഇവിടെ കോർപ്പറേറ്റുകളെ അല്ല സഹായിച്ചത് എന്ന് വളരെ വ്യക്തമായി കാണാൻ കഴിയും. ഈ ബഡ്ജറ്റിലെ ഓരോ പ്രഖ്യാപനങ്ങളും നോക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ പോകുന്നത് താഴെ തട്ടിലുള്ള സാധാരണക്കാരനിലേക്കാണ്. ഈ പെട്രോൾ ഡീസൽ വില വർധനവ് എന്നുള്ളത് വില കുറച്ചുകൊണ്ട് ആ വരുമാനം സാധാരണക്കാരിലേക്ക് കൊടുത്താൽ എന്ന് പറയുമ്പോൾ ജനപ്രിയമായ ഒരു പ്രഖ്യാപനമാണത്. പക്ഷേ നമ്മൾ സാമാന്യ ബുദ്ധിക്കൊന്ന് ചിന്തിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. പെട്രോൾ ഡീസൽ വില കുറച്ചു. ഏതൊക്കെ കാര്യങ്ങൾക്കാണ് നമുക്കിവിടെ കുറവുണ്ടാകുന്നത്? അതായത് പെട്രോൾ ഡീസൽ വില കുറച്ചാൽ ഓട്ടോ ചാർജ് കുറയുമോ, ബസ് ചാർജ് കുറയുമോ, ട്രെയിൻ ചാർജ് കുറയുമോ, പണിക്കൂലി കുറയുമോ, അല്ലെങ്കിൽ വസ്തുക്കളുടെ സാധനങ്ങളുടെ വില പെട്ടെന്ന് താഴേക്ക് വരുന്നുണ്ടോ? നമ്മളിതൊക്കെ കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ്. എന്നാൽ അതേസമയം ഈ നിങ്ങൾക്കില്ല എന്ന് മനസ്സിലാക്കാം. പക്ഷേ നിങ്ങൾ തുടർച്ചയായി അത് ഉയർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത് കൊടുക്കുന്നത്. അല്ല, നിങ്ങൾ തുടർച്ചയായി വിലക്കയറ്റം ഉയർത്തുന്ന നടപടിയിൽ ഊന്നി നിൽക്കുകയായിരുന്നു. 4 വർഷം മുമ്പ് പറഞ്ഞോളൂ രാകേഷ്. വേണു എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കും. ഒരു നിമിഷം ജയസൂര്യൻ, താങ്കൾക്ക് എതിർവാദം. മുമ്പ് ഈ BJPയുടെ നേതാക്കൾക്ക് 4 വർഷം മുമ്പ് BJPയുടെ നേതാക്കൾക്ക് ഇതൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ലേ? പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിനെതിരായിട്ടും അതിൻ്റെ ഡീറെഗുലേഷനെതിരായിട്ടും അരുൺ ജെയ്റ്റ്ലി ഉൾപ്പെടെയുള്ളവർ സമരം നടത്തിയത് മറന്നുപോയോ? ഇവിടെ ഉജ്ജ്വല സ്കീമിനെ കുറിച്ച് വലിയ മഹാസംഭവം പോലെ ഇവിടെ പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2014 40,000 കോടി രൂപ LPG സിലിണ്ടറുകൾക്ക് സബ്സിഡി നൽകിയിരുന്ന സ്ഥാനത്ത് അത് 10,000 കോടി രൂപയിൽ ചോടയാക്കി വെട്ടിച്ചുരുക്കി. അതിനെക്കുറിച്ച് നമ്മളൊന്നും പറയുന്നില്ല. അതിന് പകരം 1700 കോടി രൂപ ചെലവഴിച്ച് ഉജ്ജ്വല സ്കീം നടപ്പിലാക്കി എന്നുള്ളതാണ് മഹാസംഭവമായിട്ട് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 40,000 കോടി രൂപ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കൊള്ളയടിക്കുകയും എന്നിട്ട് മറ്റേ പോക്കറ്റിൽ 1700 കോടി രൂപ വച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇതാ എനിക്ക് 1700 കോടി കള്ളക്കച്ചവടത്തിലൂടെ പോവുകയായിരുന്നു എന്നൊരു യാഥാർത്ഥ്യവുമുണ്ട്. നാം ഈ പണം നീക്കി വെച്ചതുകൊണ്ട് മാത്രമായില്ല, അത് അർഹരുടെ കൈകളിലേക്ക് എത്തുന്നുണ്ടോ അല്ലല്ല എന്നതും പരിശോധിക്കപ്പെടേണ്ടിയിരുന്നതാണ്. അനർഹരെ കണ്ടെത്തുക എന്നൊരു വലിയ പ്രക്രിയ നടന്നിട്ടുണ്ട് ഇതിനകത്ത്. വേണു അത് വളരെ വളരെ വളരെ
നിസ്സാരമായിട്ടുള്ള കാര്യം, നിസ്സാരമായ തുകയാണ്. ഈ പാർലമെൻറ്റിൽ തന്നെ കേന്ദ്രമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ബജറ്റ് വിഹിതം കുറഞ്ഞതിന്, സബ്സിഡി കുറച്ചതിൻ്റെ, വെട്ടിച്ചുരുക്കിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് അന്താരാഷ്ട്ര കമ്പോളത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞതിന് സമാനമായി LPG സിലിണ്ടറുകളുടെ വില കുറയേണ്ടതാണ്. ആ വില കുറഞ്ഞിട്ടില്ല. അതിന് പകരം നേരത്തെ 500 രൂപ സബ്സിഡി, 500 രൂപയുടെ മേലെ സബ്സിഡി നൽകിയിരുന്ന സ്ഥാനത്ത് 47 രൂപ വരെയായിട്ട് സബ്സിഡി കുറച്ചു. അങ്ങനെ 500 രൂപയുടെ മേലെ സബ്സിഡി നൽകിയ 47 രൂപയായിട്ട് കുറക്കുന്ന നേട്ടം അനുഭവിക്കുകയും ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ശരി, ശ്രീ കുഴൽനാടൻ, ഇവിടെ ഇപ്പോൾ ഈ ഇന്ധന വിലയുടെ കുറവ് സാധാരണക്കാർക്ക് ഗുണകരമായി ഈ സർക്കാർ ഉപയോഗിച്ചില്ല, ഇപ്പോഴും ചെയ്യുന്നില്ല എന്നതാണല്ലോ പ്രധാനപ്പെട്ട വിമർശനം. ഇത് നിങ്ങളുടെ ഒരു ബജറ്റ് പ്രഖ്യാപന രീതിയല്ല ഇവർ അവലംബിക്കുന്നത് എന്നതാണ് മൗലികമായ വ്യത്യാസം. നേട്ടമുണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തെരഞ്ഞെടുപ്പിന് പടിവാതിൽക്ക് നിൽക്കുമ്പോൾ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുക, വലിയ രൂപത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികൾ പ്രഖ്യാപിക്കുക, അതിൻ്റെ ഗുണഫലമാർക്ക് എന്നതിനെപ്പറ്റി ഒന്നും ആലോചിക്കാതെ ആ രീതി ഇവർ അവലംബിക്കുന്നില്ല. ഈ പറയുന്ന എക്സൈസ് നികുതി ഉയർത്തുക വഴി ഇവർ 3 മേഖലകളിലേക്ക് പണം തിരിക്കുന്നുണ്ട്. ഒന്ന്, ഈ പറയുന്ന കമ്പനികൾക്ക് ഗുണകരമാകുന്ന രൂപത്തിൽ അതിനെ എതിർക്കുക തന്നെ ചെയ്യാം. പക്ഷേ 2 മറ്റു മേഖലകൾ കൂടിയുണ്ട്. അതൊന്ന് ക്ഷേമ പദ്ധതികൾ തന്നെയാണ്. അതിപ്പോൾ പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം ഇതേ രൂപത്തിൽ തന്നെ തിരികെ കിട്ടുക, ഏത് ക്ലാസ്സാണോ ഏറ്റവും കൂടുതൽ അതിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ആ ക്ലാസ്സിന് തന്നെ തിരിച്ചെന്തെങ്കിലും കൊടുക്കുക, ആ രീതിയല്ല ഇവർ അവലംബിക്കുന്നത്. മറ്റു ക്ഷേമ പദ്ധതികളിലേക്ക് ആ പണം പോകുന്നുണ്ട്. മൂന്നാമതായി, ഈ റവന്യൂ ധനക്കമ്മിയെ അച്ചടക്കത്തിലേക്ക് കൊണ്ടുവരുന്നതിനും അവർ ആ പണം ഉപയോഗിക്കുന്നു. അതിനുപയോഗിക്കാമോ? ജനങ്ങളിൽ നിന്ന് തന്നെ വീണ്ടും പിഴിഞ്ഞ് ജനങ്ങളെ കൊണ്ട് തന്നെ ഈ സാമ്പത്തിക അച്ചടക്കത്തിലേക്ക് ഭരണ സംവിധാനത്തെ എത്തിക്കുന്ന ഈ രീതി ഇരട്ടപ്രഹരമല്ലേ? ഇതൊക്കെ ശരിയാണ്. പക്ഷെ അപ്പോഴും ഈ 3 മേഖലയിലേക്കാണ് ഇതിൻ്റെ ഗുണം വേർതിരിച്ച് വിടുന്നത്. ശ്രീ കുഴൽനാടൻ, അല്ല, വേണു പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഈ ബഡ്ജറ്റിൽ നിന്ന് തന്നെയുള്ള ഒരു കാര്യം എടുത്ത് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഈ പെട്രോൾ ഡീസലിൻ്റെ വില ഇത്രയേറെ കൂടി വന്നിട്ട് ഇത് കുറയ്ക്കാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ഞങ്ങൾ ഗുണകരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പണം മാറ്റി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ പറയട്ടെ, ഈ ബഡ്ജറ്റിൽ സർക്കാർ വേണ്ടെന്ന് വെച്ചു എന്ന് പറയുന്ന പണത്തിനെ സംബന്ധിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേണുവിന് കണ്ടെത്താൻ കഴിയുമോ? ഒരേ ഒരു വരി കണ്ടെത്താം. ഞാനത് വായിക്കാം. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ കമ്പനികൾക്ക് ഉണ്ടായിരുന്ന 25% ആക്കി കൊടുത്ത 50 കോടി വരെ ടേൺ ഓവർ ഉണ്ടായിരുന്ന കമ്പനികൾക്ക് അത് 250 കോടി വരെ ആക്കിയപ്പോൾ ദ എസ്റ്റിമേറ്റ് ഓഫ് റവന്യൂ ഫോർഗോൺ ഡ്യൂ ടു ദിസ് മെഷർ ഈസ് അബൌട്ട് 7,000 crore rupees. 7,000 കോടി രൂപ സർക്കാർ വേണ്ടെന്ന് വെച്ചു എന്ന് പറയുന്ന ആർക്ക് വേണ്ടിയാ? ഈ രാജ്യത്തെ പാവപ്പെട്ടവന് വേണ്ടിയാണോ? ഈ രാജ്യത്തെ സാധാരണക്കാരന് വേണ്ടിയിട്ടാണ്? ഇതുപോലെ സാധാരണക്കാർക്ക് വേണ്ടി. അതെ, അപ്പോൾ UPA സർക്കാരുമായി നിങ്ങൾ താരതമ്യപ്പെടുത്തരുത്. ഞാൻ പറയട്ടെ, UPA സർക്കാർ നടപ്പിലാക്കിയ ആദ്യത്തെ വിവരാവകാശ നിയമം അതൊരു ബഡ്ജറ്ററി അല്ലെങ്കിൽ പോലും ഓരോ പൗരനെയും ശാക്തീകരിക്കുന്നതായിരുന്നു. 38,000 കോടിയുടെ തൊഴിലുറപ്പ് പദ്ധതി. സർക്കാർ BJP-യുടെ ഗവൺമെന്റ് തമ്മിൽ നയത്തിൽ വ്യത്യാസമില്ല. അല്ല, കുഴൽനാടൻ 28 ലക്ഷം കോടി രൂപയുടെ ആനുകൂല്യമാണ് കോർപ്പറേറ്റുകൾക്ക് UPA ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ നൽകിയത്. ഏതാണ്ട് അതേ ആനുകൂല്യമാണ് ഇപ്പോൾ BJP ഗവൺമെന്റ് നൽകുന്നത്. താങ്കളുടെയും BJP-യുടെയും നയങ്ങൾ തമ്മിൽ വ്യത്യാസമില്ല. അക്കാര്യം ഒന്ന് അഡ്മിറ്റ് ചെയ്യൂ. നേരത്തെ താങ്കളുടെ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള നയം തെറ്റായിരുന്നു എന്നെങ്കിലും തുറന്നു പറയാനുള്ള ആർജവം കാണിക്കും. നിങ്ങൾ ആവർത്തിച്ച് CPM പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് BJP-യുടെയും കോൺഗ്രസിൻ്റെയും സാമ്പത്തിക നയങ്ങൾ തമ്മിൽ മാറ്റമില്ല എന്ന്. ഞാൻ ചോദിക്കട്ടെ രാജേഷേ, ഇന്ന് വരെ കോൺഗ്രസ് അല്ലാതെ ഒരു ഗവൺമെന്റ് 72,000 കോടി രൂപയുടെ കാർഷിക കട എഴുത്തള്ളിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, അതൊരു സോഷ്യലിസ്റ്റ് നടപടിയായിരുന്നു. 38,000 കോടി രൂപയുടെ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് നിങ്ങൾ 35 വർഷം ഭരിച്ച നിങ്ങൾ ഇടയ്ക്ക് കയറി പറയരുത് പ്ലീസ്. നിങ്ങൾ ഇടയ്ക്ക് കയറി പറയരുത് പ്ലീസ്. നിങ്ങൾ മര്യാദ കാണിക്കുക. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞോ. നിങ്ങൾ
നിങ്ങൾ ഇടയ്ക്ക് കയറി പറയല്ലേ. ഞാൻ പറയട്ടെ, നിങ്ങൾ ഭരിച്ച ബംഗാളിൽ ആദ്യമായി കാർഷിക വേതനം എന്ന് പറയുന്ന സാധാരണക്കാരൻ്റെ തൊഴിലാളിയുടെ വേതനം ഉയർന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? ഈ രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷം ആളുകൾ ആ പണിക്ക് പോയപ്പോൾ, കാർഷിക പണിക്ക് ആളെ കിട്ടാത്തപ്പോഴാണ് ആദ്യമായി രാജ്യത്ത് മിനിമം വേജസ് ഉണ്ടായിരുന്നിട്ട് പോലും ഇതിൽ മാറ്റം ഉണ്ടായത്. ആദ്യമായി മാറ്റം. ഇതൊരു സോഷ്യലിസ്റ്റ് നടപടിയാണ്. പിന്നെ നിങ്ങൾ പലവട്ടം ഈ കോൺഗ്രസിനെ ഈ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന ഇത് എന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ KK രാജേഷ് DYFIയുടെ അഖിലേന്ത്യാ ഭാരവാഹി ആയിരിക്കുമ്പോഴാണ് സിംഗൂരിൽ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് ടാറ്റയ്ക്ക് കൊടുക്കാൻ നിങ്ങളുടെ ഇടതുപക്ഷ സർക്കാർ തീരുമാനിച്ചത്. നിങ്ങൾ അന്ന് DYFIയുടെ നേതാവ്, നിങ്ങൾ കമാന്നൊരു അക്ഷരം മിണ്ടിയോ? ശരി, നമ്മുടെ വിഷയമേ അതല്ലാത്തതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. എനിക്കൊരു ഇടവേളയിലേക്ക് കൂടി പോകണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സൂപ്പർ പ്രൈമിൻ്റെയും അവസാന ഘട്ടത്തിലേക്ക് കഷ്ടി 3 മിനിറ്റാണ് ബാക്കി. ഡോക്ടർ CS ഷൈജുമോൻ, ഇവിടെ എക്സൈസ് തീരുവ ഉയർത്തിക്കൊണ്ട് നല്ല റവന്യൂ വരുമാനം സർക്കാരിന് കിട്ടി. വേണമെങ്കിൽ ധനക്കമ്മി ഉണ്ടാകാത്ത തരത്തിൽ റവന്യൂ ചിലവ് വർദ്ധിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ കാർഷിക മേഖലയിൽ, അനൗപചാരിക മേഖലയിലൊക്കെ വേണമെങ്കിൽ പണം സർക്കാരിന് കൊടുക്കാനുണ്ട്. പക്ഷേ സർക്കാർ അത് ചെയ്യാതെ ധനക്കമ്മിയെ നിയന്ത്രിക്കാൻ വേണ്ടി ആ പണം ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസികളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടല്ലേ? ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആൻഡ് പൂർ, മൂഡി റേറ്റിംഗ്, IMF, വേൾഡ് ബാങ്ക്, അങ്ങനെ വരുമ്പോൾ FDI മേഖലയിൽ വലിയ പ്രതീക്ഷകൾ സർക്കാരിന് വെച്ച് പുലർത്താൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഒരു നയമാണ് സാമ്പത്തിക രംഗത്ത് എടുക്കുന്നത് എങ്കിൽ ഒരു വശത്ത് ജനങ്ങളെ പിഴിഞ്ഞിവർ ധനക്കമ്മി നിയന്ത്രിക്കുന്നു, അന്താരാഷ്ട്ര താല്പര്യങ്ങൾക്ക് വേണ്ടി, അന്താരാഷ്ട്ര ഏജൻസികളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി. അവരാത്യന്തികമായി മുന്നോട്ട് വയ്ക്കുന്ന സാമ്പത്തിക മോഡൽ എന്താണ്? നിങ്ങൾ എല്ലായിടത്തുനിന്നും പിൻവാങ്ങുക അല്ലേ? പൊതു നയം എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്ന രൂപത്തിൽ എല്ലാ മേഖലയിൽ നിന്ന് പിൻവാങ്ങുക. അങ്ങനെ വരുമ്പോൾ സബ്സിഡികൾ വെട്ടിക്കുറച്ചു കൊണ്ടുവരണം. അപ്പോൾ വിത്ത്, വളം, വൈദ്യുതി, വെള്ളം, ഇതിനെല്ലാം നിയന്ത്രണങ്ങൾ വരിക തന്നെ ചെയ്യും. അങ്ങനെ വരുമ്പോൾ കാർഷിക മേഖല അഭിവൃദ്ധിപ്പെടുകയുമില്ല. അപ്പോൾ ഇതൊരു രാവണൻ കോട്ടയല്ലേ? നമ്മൾ തീർച്ചയായിട്ടും ഒരു ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സാമ്പത്തിക നയത്തിൽ എപ്പോഴും ഒരു ബാലൻസിങ് ഉണ്ടാവണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ്. റേറ്റിംഗ് കൂടണം, എന്നാൽ മാത്രമേ അന്താരാഷ്ട്ര സമൂഹത്തിന് അല്ലെങ്കിൽ അന്താരാഷ്ട്ര കമ്പനികൾക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ. എന്നാലേ നമ്മുടെ ഈ ചെറുപ്പക്കാർക്ക് 60% നമ്മുടെ 35 വയസ്സ് താഴെയുള്ളവരാണ് ജോലി കിട്ടുകയുള്ളൂ, ഇതെല്ലാം ചെയ്യുള്ളൂ. പക്ഷേ അതേസമയം തന്നെ നമ്മുടെ ബഹുഭൂരിപക്ഷം വരുന്ന 65% വരുന്ന കർഷകർ, 60% വരുന്ന അഗ്രികൾച്ചർ ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷൻ, അവരെയും കേറ്റർ ചെയ്യണം. അതാണ് ഒരു ബാലൻസിങ് ആക്ട് ആയിരിക്കണം ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ച ഒരു കാര്യം, മോഡൽ എന്താണ് ഫോളോ ചെയ്യുന്നത്, സാമ്പത്തിക മോഡൽ എന്താണ് ഫോളോ ചെയ്യുന്നത്. ആൾക്കാരുടെ നിന്നെല്ലാം പിരിച്ചെടുത്ത് ആ പിരിച്ചെടുത്ത പണം സാധാരണക്കാരിൽ നിന്ന് പിരിച്ചെടുത്ത് അത്യാവശ്യ സാധനത്തിൽ നിന്ന് പിരിച്ചെടുത്ത്, അത്യാവശ്യമല്ലാത്ത സാധനത്തിലല്ല, പെട്രോൾ പോലുള്ള അത്യാവശ്യ സാധനത്തിൽ പിരിച്ചെടുത്ത് അത് പാലങ്ങളും ഇതുകളും മാത്രം പണിയുന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് പണിയണം, തീർച്ചയായിട്ടും പണിയണം. പക്ഷേ അതേസമയം തന്നെ അവർക്ക് കൂടുതൽ ബർഡൻ ഉണ്ടാവരുത്. അതല്ലാതെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രൈസ് കൂടിയിട്ടത് കുറഞ്ഞില്ല എന്ന് പറയുന്ന കാര്യമില്ല. ഏതൊരു പ്രോഡക്റ്റും കൂടിയിട്ട് പൈസ കൂടാനുള്ള സാഹചര്യം കാലാകാലം ഉണ്ടാവാതെ ഗവൺമെൻറ് എന്ന് പറയുന്നത് അതിനാണ് ഇൻ്റർവെൻഷൻ ഉണ്ടാവണം. എനിക്കൊരു ചോദ്യം മാത്രമേ ഉള്ളൂ, ഇപ്പോഴെങ്കിലും ഗവൺമെൻറ് പറയാൻ പറ്റുമോ ഇനി പെട്രോൾ പ്രൈസിനെ ഉയർത്താൻ സമ്മതിക്കത്തില്ല? ഇതാണ് ഒരു ക്യാപ്പ്. ഈ 19 രൂപയാണ് എക്സൈസ് ഡ്യൂട്ടിയുടെ മാക്സിമം. ഇനി കൂട്ടാൻ പറ്റത്തില്ല. അവസാനമായി 1 മിനിറ്റേ ഉള്ളൂ. ശ്രീ രാകേഷ്, താങ്കൾക്കൊരു അവസരം. UPA സർക്കാർ 10 കൊല്ലം കൊണ്ട് 28 ലക്ഷം കോടി രൂപയുടെ ആനുകൂല്യങ്ങളാണ് കോർപ്പറേറ്റുകൾക്ക് നൽകിയത്. അതേ നയം അതേപടി നടപ്പിലാക്കുകയാണ് ഇപ്പോൾ BJP ചെയ്യുന്നത്. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കാനും വിറ്റഴിക്കാനും ആരംഭിച്ചിട്ടുള്ളത് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റാണ്. ഇപ്പോഴും നിങ്ങൾ നോക്കുക, ഏറ്റവും ഒടുവിൽ 1 ലക്ഷം കോടി രൂപയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരിയാണ് വിറ്റഴിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇതും കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അവരുടെ താല്പര്യാർത്ഥമുള്ള ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. UPA ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നടപടികളുടെ തുടർച്ച അതിനെ കുറെ കൂടി ശക്തമായിട്ട് BJP മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഞാനിത് കാര്യമില്ല, ഇതാണ് വസ്തുത, ഇതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. BJPയുടെയും കോൺഗ്രസിന്റെയും സാമ്പത്തിക നയങ്ങൾ ഒരേ ദിശയിലാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവർക്ക് സാമ്പത്തിക ശാസ്ത്രം മനസ്സിലാകുന്നില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം കോൺഗ്രസ് നടപ്പിലാക്കിയ നടപടികൾ ഈ രാജ്യത്തെ ജനങ്ങളെ ശാക്തീകരിക്കുന്നതായിരുന്നു. നിങ്ങൾ ഈ കോർപ്പറേറ്റ് മാത്രം പറയുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ കേരളത്തിലെ ഇന്നത്തെ എക്കണോമിക് സർവേ റിപ്പോർട്ട് കണ്ടില്ലേ കേരളത്തിന്റെ അവസ്ഥ എന്താണെന്ന്. ശരി അല്ലല്ല, നിങ്ങളുടെ ഈ തർക്കം എവിടെയും എത്തില്ല. ഞാൻ ഇടപെടുകയാണ്. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.